ചിന്നു പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. കടക്കാൻ പറ്റാണോ? പറ്റില്ല. നമ്മൾ അമരാവതി ഡാമിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. ഒന്നുകൂടി. ബൈക്കിന് 10 രൂപ, ആൾക്ക് 5 വാനിക്ക് 50 രൂപ അല്ലെ, പിന്നെ കാർക്ക് 20 രൂപ. 50 രൂപ വാൻ. ജാനകി അമ്മ. ഇതാ ബസ് ഉണ്ട് അതിന്റെ ഉള്ളില്. കൊടിപ്പട്ടലം ആണല്ലോ. അതാണോ ഡാം? അതെ, നമ്മുടെ ഡാം, അമരാവതി ഡാം. ഇതാ എന്ത് രസം. വെള്ളം നോക്കിയ തുള്ളിക്കളിക്കുന്ന വെള്ളം. അമ്പാ, അടിപൊളി അല്ലേ? ഇതൊക്കെ എത്ര? 20. എല്ലാം 20യാ? പൈനാപ്പിൾ വേണോ? ഇത് വേണോ? എനിക്ക് പൈനാപ്പിൾ മതി. പൈനാപ്പിൾ ഒരു പൈനാപ്പിൾ. അച്ചടാ, ആടുമാടുകൾ വരുന്നുണ്ടല്ലോ, ആട്ടിൻകുട്ടികള്. അവരിതെല്ലാം കണ്ടിട്ടേ കുറച്ച് പോയി. എല്ലാരും ഉണ്ടല്ലേ. അണ്ണന്റെ പേരെന്നാ? രാമസ്വാമി. എപ്പോ വരും? ആണോ, നാടിങ്ക. ഇപ്പൊ ഇത് എപ്പോ വരും ഇവിടേക്ക്? ഇതും കൊണ്ട് 9 മണി ആണോ? ടൂറിസ്റ്റുകൾ നിറയെ വരുന്നല്ലേ? അതെ അല്ലേ? ഏതാ? ശനി ഞായർ അല്ലേ? എന്നിട്ട് എപ്പോ പോകും ഇവിടുന്ന്? എപ്പോ പോകും? മണി 6 മണി സായങ്കാലം 6 മണി വരെ അണ്ണൻ കൂടി ഉണ്ടാവോ? ആണോ? നല്ലതാണോ? എനിക്കറിയാൻ തരുമോ? ഇവിടുന്നുള്ള ഇല്ല, ഇത് കേരള ഉടമള PK ഇതില്. കേരള വരുന്നല്ലേ? போனா நாட்டுக்கு போனா நம்ம தமிழ்நாடு கண்டு அவ்வளவு ஒரு இதா இருப்பாங்க. தமிழ் பேசுறதே ஒரு ஆச்சரியம். ആര്? அங்க അങ്ങ എല്ലാവർക്കും തവണ തരും. എല്ലാവർക്കും തരും. അപ്പൊ നമ്മള് അമരാവതി ഡാമിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. ഒന്നുകൂടി. നമ്മളപ്പോ അമരാവതി ഡാമിന്റെ എൻട്രൻസ് ആണിത്. അവിടെ നമ്മൾ അണ്ണം പറഞ്ഞില്ല, അവിടെ ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത് കൂടെ നമുക്ക് കടന്ന് മുകളിലേക്ക് പോവാം. കാരണം പിന്നെയും ഒരു വാട്ടർ മെലണൊക്കെ വാങ്ങിച്ച് കഴിച്ചോണ്ടാ പോക്ക്. പക്ഷെ പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ബാഗിൽ തന്നെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ വേസ്റ്റ് ബിന്നിൽ ഇടാൻ ഒരു പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയല്ലേ? നോക്കി, ഇത് കനാലാണ് കേട്ടോ. കനാലാണ്. അത് ഡാമിന്റെ വെള്ളം ഇപ്പൊ തുറന്നു വിട്ടേക്കാണ്. ആ വെള്ളം ഒഴുകി വരുന്നത് അത് ഓളം അടിക്കുന്നു. നോക്ക്, അതേ തട്ടിട്ട് ഇതേ തട്ടിട്ട് ഓളം അടിക്കുന്ന അത് കണ്ടോ? നല്ല തുള്ളിയോ പോണ വെള്ളം. കുരങ്ങൻ വരുന്നുണ്ട് കുറച്ചു നേരമായിട്ടേ. ഞങ്ങളുടെ പുറകെ കുരങ്ങൻ വരുന്നുണ്ട്. എല്ലായിടത്തും കുരങ്ങന്മാരുണ്ട്. ഞങ്ങളുടെ പിന്നാലെ വന്നു. എന്നിട്ട് ആ അണ്ണനെ ഓടിപ്പിച്ചു കളഞ്ഞു ഭാഗ്യത്തിന്. ഇതേ കുഞ്ഞു കുരങ്ങന്മാരും ഒക്കെ. നോക്ക്, നല്ല രസമല്ലേ? കുഞ്ഞു സാധനം. അതുമ്മ പൊത്തി പിടിച്ചിരിക്കുക. നിങ്ങൾക്കൊക്കെ എന്ത് സുഖ, ഒന്നും പഠിക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കാലോ. ആ ബിൽഡിംഗിൽ കൂടെ ഒക്കെ കയറി നടക്കുന്നല്ലേ? ഇവിടെ മൊത്തം കുരങ്ങന്മാരുടെ ഏരിയ ആണല്ലോ. സൂക്ഷിക്കണം കേട്ടോ, ക്യാമറ ഒക്കെ. ഇതാണ് അമരാവതി ഡാമിന്റെ ഇതുണ്ടോ? ഡാമിന്റെ സൈറ്റ് സൂപ്പർ വ്യൂ അല്ലേ? നല്ല വെയിലുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി ഇതുണ്ടോ? ചിന്നു ഇതേ കൂടെ കയറണ്ടേ? ഏതാ മോളിലേക്കാ? സത്യം എനിക്ക് പേടിയുണ്ട്. എനിക്ക് ഈ ഹൈറ്റ് ഇങ്ങനെ കയറി പോകുമ്പോഴേ നമുക്കത് പേടി വരും. കണ്ട, ആ സ്റ്റെപ്പ് കയറി പോണം അല്ലേ? ആ പടിയല്ലേ കയറേണ്ടത് നമുക്ക്? അതിൽ കൂടെ കുരങ്ങന്മാരൊക്കെയാണല്ലോ. ഇവരെന്താ തീ കൂടെ പോണേ? കുരങ്ങന്മാരാ ഇവിടെ ഉണ്ട് പടി. ഇതാണോ പറഞ്ഞേ? ഇതാണ് പറഞ്ഞത്. ആ ഡാമിന്റെ സൈഡിൽ കൂടെ ഉള്ളതല്ല. ഇത് കണ്ടോ, നമ്മുടെ പുറകെ കാണാം ഒരു ഫാമിലി കയറി പോകുന്നുണ്ടല്ലേ? ആ പടിയാ കയറണ്ടേ അല്ലേ? ഓക്കെ. ഡാമിന്റെ ആ പടിയില്ലേ ചിന്നു? പണ്ട് വൈഗ ഡാമിൽ ഞങ്ങൾ കയറി ഓർക്കുന്നുണ്ട്. അതേ കൂട്ട് പടിയെ കൂടെ, ആ പടിയെ കൂടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഹൈറ്റിലേക്ക് ചെല്ലുമ്പോ നീ ഓർത്ത് നോക്ക്, കുത്ത് കിടക്കൂലേ? പേടിയാ, തല ഇറങ്ങുമായിരുന്നു. നേരാട്ടോ ഇതിലെയാ ഓക്കെ വരൂ, നേരെ ഇതാ. അപ്പൊ നമ്മൾ അതിലേ പോയി. അല്ല, അവിടെ അടച്ചിട്ടേക്കോട്ടോ. അവിടെ നിന്ന് അമ്പലം പോലെ പണിതേക്കുന്നേ ഡാമിന്റെ അതിൽ തന്നെ അല്ലേ? വരാം. നിറയെ കുരങ്ങന്മാരാട്ടോ ചുറ്റിലും കുരങ്ങ. എന്റെ കൂടെ ഒരെണ്ണമുണ്ട്. അതല്ല, ഒറിജിനൽ കുരങ്ങും വേറെ ഉണ്ട് കേട്ടോ. ഇതൊരു ഹാഫ് അല്ലേ? സംഭവം ശരിക്കും ആ ഡാമിലെ വെള്ളം തുറന്നു വിട്ട് ഇത് പവർ ഇതെടുക്കുമല്ലേ? അപ്പൊ അതുകൊണ്ട് പതഞ്ഞു വരുന്ന ഇതുണ്ടോ? പതഞ്ഞു കയറും അല്ലേ? അത്ര ശക്തിയിലാന്ന് ഓർക്കണം. അത് ഒരു അമ്പലം അല്ലേ? അമ്പലം പോലെ ഉണ്ട്, നോക്കട്ടെ. അമ്പലം പോലെ ഇത് ഇവിടെയുണ്ട്, ഒരു ടെമ്പിൾ മാതൃകയില്.
പേടിയാവും ശരിക്കും. ഇവിടെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ഇത് ഡാമിന്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഇത് ടെമ്പിൾ പോലെ പണിതേക്കാണ് അവര്. അതിന്റെ ഇതില് എൻട്രൻസ് ആണ്. ഇത് അവിടെ പ്രാർത്ഥിക്കാം. ചിന്നു പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കടക്കാൻ പറ്റില്ല. ഏതാ? അവിടെ ക്ലോസ്ഡ് ആണ്. ഇതിൽ കൂടെ വേണം അവിടെ മുകളിലേക്ക് കടക്കാൻ. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അതിലേ കയറിപ്പോന്നാണേ, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. ഇതുണ്ടോ പതഞ്ഞു മറിഞ്ഞ വെള്ളം പോകുന്നേ. ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ ചിന്നു, നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് വിടാം. ആൾക്കാർ അങ്ങോട്ട് കയറി പൊക്കോണ്ടിരിക്കുക ദൂരെ അല്ലേ. ഞാൻ ആദ്യം ഓർത്തേ അതില്ലേ പുറകെ കാണുന്നത്, അത് അമ്പലം പോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർത്ത ആദ്യം അത് അമ്പലം എന്ന് ഓർത്ത് അവിടെ പോയി നോക്കിയപ്പോ അത് അങ്ങോട്ട് ഡാമിന്റെ അകത്ത് കയറിപ്പോണ്ട വഴിയാണ്. അവിടെയുള്ളത് അമ്പലമാണ്. അതമ്പലമാ. ഞാൻ ഓർത്ത അതിന്റെ തന്നെ ഒരു ഇതായിരിക്കും ഇവിടെ പണിതിട്ടേക്കുന്നതെന്ന് ഓർത്തെ. ഭയങ്കര രസം. ഇത് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷല്ലേ. ഇങ്ങനെ വെള്ളവും ഭയങ്കര രസമല്ലേ, പതഞ്ഞ് പതഞ്ഞ് പതഞ്ഞേ. ഈ ഏരിയ നല്ല ഭംഗിയായിട്ട് കാണാം. പടവുകൾ അവരുണ്ടാക്കിയേക്കണത്. ഇനി ഇത്രയും കയറി ചെല്ലണോ അല്ലേ മേളിലേക്ക്? കാണുമ്പോ സിമ്പിളാന്ന് തോന്നുന്നു, പക്ഷെ നടക്കാണേ. ഇത് കണ്ടോ ദൂരം ദൂരെ കയറാൻ അറിയാവോ? ഒരുപാടുണ്ട്, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? സ്റ്റെപ്പ് ഒന്ന് എണ്ണിയാലോ? എത്ര സ്റ്റെപ്പ് ഉണ്ട് നോക്കാം അല്ലേ? അല്ലേ, നോക്കാം നമുക്ക്. എണ്ണ ഓട്ടിക്കൊണ്ട് എണ്ണിയാലോ? 1 2 3 13 14 15 16 17 18 19 21 22 23 24 25 27 28 30 31 32 33 34 35 മേളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? പൊട്ടുപോലെ. 66 69 70 എന്തായാലും 10-250 പടി ഉണ്ടാവും. എണ്ണിട്ട് നിർത്തല്ലേ? 10-250 പടി ഉണ്ടാവും. ഇവിടെ തന്നെ 60-65 ഉണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ നോക്കിയേ അടിയിലേക്ക്. കൊള്ളാം. നമുക്ക് ഇച്ചിരി മേലെ കയറിട്ട് എടുക്കാം. അമ്പു അതെ, ഇതെവിടെ കയറിട്ട് നമുക്ക് ഇരിക്കാം. നല്ല രസമുണ്ട്. ഭയങ്കര കുത്തനെയല്ല സ്റ്റെപ്പുകള്, ഒരു ഫ്ലാറ്റ് ആയിട്ടാ. അപ്പൊ അത് കാരണം ഒരു നിരപ്പായിട്ടാണ്. അപ്പൊ നമുക്ക് കേറാൻ കുറച്ചുകൂടി ഈസി ഉണ്ട്. തണലത്ത് കൊടയായിട്ട് കയറിയിരിക്കുന്നത്. വെയിലിപ്പോ വെള്ളം കുടിക്കാൻ പോയേക്കണതാ. ഇപ്പൊ തന്നെ വരും. അമ്പാ. ഇത് അവിടെ നോക്കിയാ കൃഷി, എല്ലാം കൃഷിയിടങ്ങളാട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഇരിക്കാം. താങ്ക്സ് അണ്ണ. ഇവിടെ ക്ലോസ്ഡ് ആണെന്നുള്ള അവര് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ? അടച്ചേക്കാന്ന് പറഞ്ഞേ. എന്നാ പിന്നെ അത് അവിടുന്ന് പറയണ്ടായിരുന്നു അല്ലേ? അല്ല അധികാരികള് ഇവിടെ ഇല്ല. ആരെ കണ്ടില്ല അവിടെ. നമ്മുടെ അവിടുത്തെ അണ്ണനാണ് പറഞ്ഞ. ചിലപ്പോ അവിടെ ചെന്നിട്ടേ ഇറങ്ങിയിട്ട് നമുക്ക് അണ്ണനോട് ചോദിക്കാം. ക്ലോസ് അല്ലേ? ക്ലോസ് ഇരിക്കല്ലേ? இங்க க்ளோஸ் பண்ணிருந்தா அவர் சொல்லியாச்சு. அது தெரியல, நானே இந்த ஊருக்கு புதுசு. அதெல்ல എന്താ ഒരു ഊർക്ക് പുതുസ്. ഇത് പോതും. ആള് പറഞ്ഞത് ഇത് ക്ലോസ്ഡ് ആണ്. ഇത് കുഴപ്പമില്ല, ഇങ്ങോട്ട് കയറണ്ട. നമുക്കിത് മതി. നേരാട്ടോ, അവര് പറഞ്ഞ ക്ലോസ് ആന്ന് പറഞ്ഞ ഇതാണ്. ഡാമിന്റെ ഈ സൈഡിലേക്ക് വരുന്ന വഴിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മള് ആ സ്റ്റെപ്പിൽ കൂടെ കേറിയാ കറക്റ്റ് അവിടെ എത്തും. ഇത് ക്ലോസ് അല്ല അല്ലേ? നമുക്കിത് മതിയല്ലോ. അടിപൊളിയല്ലേ? കാണാം. അമരാവതി ഡാം കടക്കാൻ പറ്റണ? പറ്റില്ല, വണ്ടികൾക്ക് മാത്രമാണോ ഇനി? അല്ല, അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. പണ്ടനെ അവിടുത്തെ ഇവിടുത്തെ എംപ്ലോയി ആണ്. അതെ, അപ്പൊ അതുകൊണ്ടാണ് അത് ക്ലോസ്ഡ്. അപ്പൊ നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെയാണ് അലോ ചെയ്തേക്കണേന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. നീണ്ടു കിടക്കും അല്ലേ? ഇവിടെ എന്തൊക്കെ കാണാം? എല്ലാം കാണാം. മലകള്, വയൽപ്പാടങ്ങള്, ദൂരെ വഴി കാണാം. അവിടെ ഇങ്ങനെ നിറച്ച് മലകള് അല്ലേ? ദൂരെ ദൂരെ മലകൾ. നമ്മളെ ഇടുക്കിയിൽ വളർന്നേക്കുന്നുണ്ട്. മലകളൊന്നും പുത്തിരിയല്ല, പക്ഷെ ആ വയല് നോക്കിയേ, പരന്ന സ്ഥലവും അതിന്റെ അപ്പുറം മലകൾ നിൽക്കുന്ന കാണുമ്പോ ഭയങ്കര അല്ലേ? ഇതാണ് ഡാമിന്റെ മേലെ എന്നുള്ള കാഴ്ച. ഭയങ്കര രസം കേട്ടോ. പക്ഷെ ക്യാമറ കാണുന്നേക്കാൾ രസം നമ്മൾ നേരിട്ട് കാണുമ്പോ തന്നെയാ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മള് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ബ്യൂട്ടി നമുക്ക് അത് ഒന്നിലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഇതിങ്ങനെ ക്യാപ്ചർ ചെയ്തല്ലേ പറ്റും. ഇതുണ്ടോ എന്ത് രസം, നിൽക്കുന്ന പോലും കാണുമ്പോ എന്ത് രസം അല്ലേ? വിഷ്വലി ഭയങ്കര ചലനമില്ലാതെ ഭയങ്കര നിശ്ചലമായിട്ട് കിടക്കണ വെള്ളം അല്ലേ? ചുറ്റിലും മലനിരകള്, താഴ്വാരങ്ങള്. വെള്ളത്തിന്റെ അടുക്കോ? താഴ്വാരങ്ങള് വെള്ളത്തിന് അപ്പുറത്ത്. കാണാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കണേ. അത് താഴ്വാരം അല്ലല്ലോ, അത് മേലേക്കല്ലേ നിൽക്കുന്നത്.
രസമല്ലേ? അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, പക്ഷെ അങ്ങോട്ട് ഏക്കടില്ല. അത് കാരണമാണ് ഞാൻ കൊട മാറ്റി വെച്ചത്. ഇത്ര നേരം കൊട വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ, അധികം ഒച്ചപ്പാടും ബഹളൊന്നും ഇല്ലാത്ത കാരണേ. പിന്നെ ആരും ഇല്ലല്ലോ ഇവിടെ. ആരും ഇല്ല. ചിലപ്പോ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ ഭയങ്കര ആൾക്കാർ വരിക. നമ്മളിപ്പോ സമയത്ത് ഇപ്പൊ 11 മണിയോ? മണി 12 ആകുന്നു. 12 അപ്പം അതുകൊണ്ട് ആണ് വരാത്തതെങ്കിൽ. പക്ഷെ ആൾക്കാരുണ്ട് കേട്ടോ, കപ്പിൾസ് ഉണ്ട് താഴെ. നമ്മൾ ഗബിൾസ് അല്ലേ? ഇത് കണ്ടോ എന്ത് രസമാണ് താഴെയൊക്കെ വഴികളൊക്കെ പണിതിട്ടേക്കുന്നത് അല്ലേ? നീറ്റാണ് നല്ല. ഈ ഒരു മരമാണ് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്താ. ഇതാണ് ആ മരം. അതിന്റെ സൈഡിൽ തന്നെ അത് സംരക്ഷിച്ച് നിർത്തിയിരിക്കാം കേട്ടോ. അതെ അതെ. അല്ല അത് എന്തിട്ടാണല്ല അത് കൊടുക്കണേ നോക്കിയേ. അവിടെ വന്നിരിക്കാം, ദൂരം വീതിക്കല്ലേ. ഭയങ്കര രസമാട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച. മാട് ആട് എല്ലാം ഉണ്ട്. പക്ഷെ വെയിലായി തുടങ്ങിയിട്ടുണ്ട്. 12 നട്ടുച്ചയാണ്. അവിടെ എന്താ വെള്ളത്തിലൊരു ചുഴി പോലെ കണ്ടാ? മീനായിരിക്കും അല്ലേ? മീനുകളുണ്ട്. ഈ ഡാമിൽ നിന്നുള്ള മീനാണ്. അമരാവതി ഡാമിൽ നിന്ന് ഗവൺമെന്റ് അംഗീകൃതമായിട്ട് മീൻ പിടിക്കുന്നു. ആ മീൻ ഇവര് വാങ്ങും. ഇവിടത്തെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ വാങ്ങിച്ചിട്ട് അത് ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ആ മരം കേട്ടോ, പരന്നു വളർന്നേക്കുക. ഹൈറ്റ് കൂട്ടിയിട്ടല്ല, അല്ലാണ്ട് തന്നെ. എന്ത് രസം. നമ്മള് ശരിക്കും നമ്മള് മരമൊക്കെ വരയ്ക്കില്ലേ പണ്ട്, അതുപോലെ നമ്മളിങ്ങനെ വരയ്ക്കണ മരങ്ങളൊക്കെ പോലെ തന്നെ. ഒറിജിനാലിറ്റി. നല്ല തണുപ്പല്ലേ? നല്ല കൂളിങ് കേട്ടോ. എന്താ രസം. അവിടെ നമുക്ക് ഇരിക്കാം. അങ്ങോട്ട് ഇരുന്നാലോ? ഒന്ന് നോക്കി അതിലെ കറങ്ങി പോകണ്ട, നമുക്ക് ഇതിലേക്ക് വട്ടം ചാടാം, കുറുക്കുഴികൾ തേടാം. ഞാനും ചാടും. ചാടും. വാ ചാടട്ട് കാണട്ടെ. ഓഹോ പല പല കടമ്പകൾ ചാടി കടന്നവളാണീ. ആര്? ഞാൻ. ആ മരത്തിന്റെ മേളിലും ആ ചെടി വളർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പറഞ്ഞ കള്ളിമുൾ ചെടിയില്ലേ, ഇതുണ്ടോ മരത്തിന്റെ വെളി കൂടെയൊക്കെ. അപ്പൊ മരത്തിന്റെ ഊർജ്ജമൊക്കെ അത് വലിച്ചെടുത്ത് ഇങ്ങനെ വളരുമായിരിക്കും അവിടെ അല്ലേ? അവന്റെ ഇത് നോക്കിയാ സ്വർണ്ണ കളറില ആ ഒരു അടിയിലേക്ക് നോക്കിയാ വേര് പോലത്തെ അതിന്റെ ഒരു പ്രത്യേകത ഇല്ലേ, കളർ ടോണ്. നല്ല രസമുണ്ട്. ആ മരത്തെ പറ്റി പിടിച്ച് വളരും കേട്ടോ അല്ലേ? അതെ അതെ. ഇത്തിക്കണ്ണിയാണോ? ഇത്തിക്കണ്ണി. അപ്പൊ ഇതാണ് നമ്മുടെ അമരാവതി ഡാമിന്റെ കാഴ്ചകള്. ഇപ്പൊ ഏകദേശം ഒരു 12 കാലമായി കേട്ടോ. അത്രയും നല്ല വെയിലാണ്, പക്ഷെ ചൂടില്ല. നല്ല ശാന്തസുന്ദരമാണ്, നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ നല്ല ആൾക്കാരുകളാണ് കേട്ടോ. നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാനും ഇന്നത് നിങ്ങൾ പോയി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു തരാനുള്ള നല്ലൊരു മനുഷ്യരാണ്. നല്ലൊരു ഇടാണ്, നല്ല കാറ്റാണ്, നല്ല പ്രകൃതിയാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അതെ, നമ്മൾ 1-2 പേരോട് സംസാരിച്ചു കേട്ടോ. സംസാരിച്ചപ്പോ തന്നെ അവര് എന്ത് മര്യാദക്ക് നമ്മളോട് മറുപടി തരുന്നത് അല്ലേ? ഓരോ സ്ഥലങ്ങളെ പറ്റി പറയുന്നത് എല്ലാം. പിന്നെ നല്ല വൃത്തിയാണ്. ഇവിടെ വരുന്നവരും ആ ഒരു വൃത്തി നോക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയായിട്ട് തന്നെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. പ്ലാസ്റ്റിക് കിടപ്പുണ്ട്, എന്നാൽ അത് അത്രക്കില്ല. അതെ, ഒരു മര്യാദയുണ്ട് എല്ലാത്തിനും തോന്നുന്നു അല്ലേ? എത്ര മനോഹരം അല്ലേ? ജിങ്ക